ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ വന്നത് ചേട്ടന്റെ ഒരു 5 വർഷത്തെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇത്രയും കഠിനാധ്വാനം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ 5 വർഷവും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തോറ്റുപോയി. അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടുത്തെ ഓരോ കുടുംബം അംഗമാകാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ എഫേർട്ടിനെ നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു. ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് അപ്പ മാനസികമായി ബുദ്ധിമുട്ട്. അപ്പ ഒരാളെയും കുറ്റം പറയാത്ത വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അപ്പയുടെ ചികിത്സയുടെ അവസാനത്തെ 1 വർഷം മുഴുവൻ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എത്ര വിഷമവും ഹൃദയത്തിൽ ഒതുക്കുന്ന വ്യക്തിയാണ്. അവസാനം 3-4 മാസം അപ്പയ്ക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂർ ആയിരുന്ന സമയത്താണ് ഒരു ദിവസം അപ്പ രാവിലെ ദിവസവും പത്രം വായിക്കായിരിക്കും. അപ്പൊ അപ്പയ്ക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇങ്ങനെ അടുത്ത് വന്നപ്പം അപ്പ മനോരമ പത്രത്തിന്റെ ഒരു 2 വരി ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ വരയിട്ട് കാണിച്ചു. അത് എന്ന് പറഞ്ഞാൽ CBI അപ്പയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പയ്ക്കപ്പം സംസാരിക്കാൻ പാടില്ല. അപ്പ ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ആ രോഗാവസ്ഥയിൽ ഒരിക്കലും മറ്റൊരാളോട് ഒരു ഫീലിങ്സും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് സഹിക്കുന്ന ഒരു വ്യക്തി മരണത്തിന് ഒരു 3-4 മാസം മുമ്പ് മാനസികമായി ഒരുപാട് തളർന്നു. നാച്ചുറൽ ആണല്ലോ, 79-ാമത്തെ വയസ്സിൽ തളർന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ ആ മനസ്സിലെ സന്തോഷം, അതൊരിക്കലും പൂർണ്ണ ആരോഗ്യവാനായിരുന്നെങ്കിൽ അപ്പ അങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരിക്കുന്നതിന് 3 മാസം മുമ്പ് ഇങ്ങനെ CBI അപ്പയെ കുറ്റവിമുക്തനാക്കി എന്നുള്ള റിപ്പോർട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കാണിച്ച് ആ മനസ്സിലുണ്ടായ ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, അതറിഞ്ഞിട്ടാണ് എൻ്റെ അപ്പ മരിച്ചത്. ഒരിക്കലും പൂർണ്ണ കുറ്റവിമുക്തനായിട്ടാണ് മരിച്ചത്. അത് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ. അമ്മ ഒരു വളരെ ദൈവികമായി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അമ്മ എല്ലാവരോടും ക്ഷമിക്കും. നമ്മളെയും അത് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, പത്തനാപുരത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ ഇത് പല പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ പറഞ്ഞു, അതിലേക്ക് കടക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ വിജയം ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഉള്ളത്. പത്തനാപുരത്തുകാർ അദ്ദേഹത്തെ ഇപ്രാവശ്യം കൂടെ നിർത്തും, ചേർത്ത് പിടിക്കും എന്നുള്ള ഉറപ്പാണ് എനിക്കുള്ളത്.